നമ്മളെ ഫോണിൽ നല്ല കിടിലം ഫോട്ടോസ് എടുക്കും, നമ്മൾ അടിപൊളി ഫോട്ടോസ് എടുക്കും. പക്ഷെ അതിന് ഒരു പരിധി ഉണ്ട്. അതിന്റെ എഫക്റ്റ് കൊടുക്കല്, അനിമേഷന്, എങ്ങനെയായാലും നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോ അവിടെ നിന്ന് തന്നെ ഒരുപാട് എഫക്റ്റുകൾ അല്ലെ ബാക്ക്ഗ്രൗണ്ടിൽ അനിമേഷൻസ് ഒക്കെ കൊടുക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ക്യാമറ, അടിപൊളി ക്യാമറയാണ്. പ്രത്യേകിച്ച് സെൽഫി എടുക്കുന്നവർക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള സെൽഫി എടുത്ത് ഷെയർ ചെയ്യാനുള്ള ഒരു അടിപൊളി സംഭവം ഫാബി ക്യാമറ. അടിപൊളിയാണ്. വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഈ ഫാബി ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് എന്താ സംഭവം നോക്കുക. ഓപ്പൺ ചെയ്താൽ ക്യാമറ ഓപ്പൺ ആവും. സെൽഫി ക്യാമറ ആണ് ഓപ്പൺ ആകുക. ഇവിടെ മേലെ ഒരു കൊക്കയും കുളത്തും കാണുന്നില്ലേ, അത് ഞെക്കിയിട്ട് നമുക്ക് ബാക്ക് ക്യാമറ ആക്കാം. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ, മോളൊരു ഫോട്ടോ എടുക്കട്ടെ. ഇവിടെ പിക്കാനാകാറല്ലോ, അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കട്ടെ. ഒരു ഫോട്ടോ ഞാൻ ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടല്ലേ. ഇനി നമുക്ക് ഇതൊന്ന് ബ്ലർ ചെയ്ത് നോക്കാം. ഇവിടെ ബ്ലർ ചെയ്യാണ്, മാക്സിമം ബ്ലർ ആക്കിയിട്ട് നമ്മൾ ഒബ്ജക്റ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ബ്ലർ ആക്കി എടുക്കാം, ഒന്നാമത്തത്. പിന്നെ തീം എന്നുള്ളിടത്ത് നിന്ന് ഇഷ്ടം പോലെ തീംസ് ഉണ്ട് ഇതിൽ. അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് എന്താ സ്റ്റൈൽ, ഏതൊക്കെ സൈസാ. അതുപോലെ ഐ ആം ലക്കി, ബ്യൂട്ടി, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത് കൂടാണ്ട് നമുക്കിഷ്ടമുള്ളൊരു ഫോട്ടോ നമ്മളെ ഗാലറിയിൽ നിന്ന് കൂട്ടണമെങ്കിൽ ഈ കസ്റ്റം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ ഇതാ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു PNG ഫോട്ടോ പോലെ നമുക്ക് കിട്ടും. ഇവിടെ കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളിടത്ത് നിന്ന് നമ്മളെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള അനിമേഷനും എഫക്റ്റും ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ സേവ് ബട്ടൺ ഉണ്ട്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറി സേവ് ചെയ്യാം. അപ്പൊ എങ്ങനെയുണ്ട് സംഭവം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ടേ, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മേപ്പയൂർ. താങ്ക് യു സോ മച്ച്.